എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ അതിന് വരുന്ന തരത്തിലുള്ള ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു കോൺവെർസേഷൻ പ്രാക്ടീസ് ആണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് നമ്മൾ 1-2 ക്ലാസ്സുകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസും അതിന് എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇപ്പൊ ഞാനൊരു 10-20 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേട്ടോ. നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ തന്നെ WH ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതാ ഫസ്റ്റ് സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം അല്ലേ. അപ്പൊ ഫസ്റ്റ് വൺ, വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു നമ്മൾ എപ്പോഴാണ് ചോദിക്കുക, നീ എന്താ ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. നമ്മൾ കുറേ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്താണ് വാട്ട് ഡു യു ഡു, നീ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിന്റെ ജോലി എന്താണ് എന്നാണ്. എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ നിന്റെ ജോലി എന്താണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്താണ് ഐ എം എ സ്റ്റുഡൻറ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി എന്താണെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പം വാട്ട് ഡു യു ഡു, നിങ്ങൾ എന്താ ചെയ്യുന്നത്, അത് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നാണ് കേട്ടോ. ഓക്കെ, ഇപ്പം ഞാനിവിടെ പറയാണ് ഐ എം എ ടീച്ചർ. എന്താണ് ഐ ആം എ ടീച്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജോലി എന്താണോ ആ ജോലിയാണ് നിങ്ങൾ പറയേണ്ടത്. ഇനി ജോലിയില്ല നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിലോ ഐ എം എ സ്റ്റുഡൻറ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ യു ഡൂയിങ്? ഓക്കെ, വാട്ട് ആർ യു ഡൂയിങ് ഇതെന്താണ്, നിങ്ങൾ എന്താ ചെയ്യുന്നത് തന്നെയാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇവിടെ വാട്ട് ആർ യു ഡൂയിങ് എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം. എക്സാമ്പിൾ എന്താണ്, ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്, ഞാൻ കാപ്പി കുടിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുകയാണ്, അല്ലെങ്കിൽ പന്ത് കളിക്കുകയാണ്, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുകയാണ്, അങ്ങനെയൊക്കെ പറയില്ലേ. വാട്ട് ആർ യു ഡൂയിങ് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം നമ്മൾ എന്താണോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വർക്കാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. അപ്പം ഞാനൊരു അതിനൊരു മറുപടി കൊടുക്കുകയാണ്, I'm reading newspaper. Okay, I'm reading newspaper. ഇങ്ങനെയാണ് ഇതിന് റിപ്ലൈ കൊടുക്കേണ്ടത് കേട്ടോ. ഐ ആം റീഡിങ് ന്യൂസ് പേപ്പർ. ഓക്കെ, ഇതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ആൻസറും കണ്ടിന്യൂസ് ഫോമിൽ തന്നെ കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഐ ആം, അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ആം എന്നാണ്. പ്രസന്റ് ഫോമിൽ കണ്ടിന്യൂസ് പറയാനായിട്ട് നമ്മൾ ഐൻ്റെ കൂടെ ആം ആണ് യൂസ് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഐ ആം റീഡിങ് ന്യൂസ് പേപ്പർ, ഐ ആം ഡ്രിങ്കിങ് കോഫി. ഓക്കെ, ഇങ്ങനെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മൾ പറയേണ്ടത്. ഐ ആം കുക്കിംഗ് ഫുഡ് എന്നൊക്കെ പറയാം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഡേ ഈസ് ടുഡേ? ഇന്ന് ഏതാ ദിവസം എങ്ങനെ ചോദിക്കാം, വാട്ട് ഡേ ഈസ് ടുഡേ. അപ്പം നമ്മൾ ഇതിന് റിപ്ലൈ ആയിട്ട് പറയണം ഏതാണോ ദിവസം അത് പറയാം കേട്ടോ. ഇറ്റ്സ് സാറ്റർഡേ എന്ന് പറയാം കേട്ടോ. ഇറ്റ്സ് സാറ്റർഡേ, ഇന്ന് ശനിയാഴ്ചയാണ്. എങ്ങനെ പറയാം, ഇറ്റ്സ് സാറ്റർഡേ എന്ന് പറഞ്ഞാൽ കേട്ടോ. ടുഡേ ഈസ് സാറ്റർഡേ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് സാറ്റർഡേ എന്ന് പറഞ്ഞാൽ കേട്ടോ. അല്ലെങ്കിൽ ഇറ്റ്സ് സൺഡേ, ഇറ്റ്സ് മൺഡേ, ഏതാണോ ദിവസം അത് എടുത്തിട്ട് പറയാം. നെക്സ്റ്റ്, ക്യാൻ യു ഹെൽപ്പ് മീ? എന്താണ് ക്യാൻ യു ഹെൽപ്പ് മീ, എങ്ങനെ പറയാം, ക്യാൻ യു ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കാമോ എന്നാണ് ചോദിച്ചത് കേട്ടോ. ക്യാൻ യു, കഴിയോ എന്നാണ്, കഴിയോ പറ്റോ എന്നൊക്കെയായിട്ട്. അപ്പോൾ ക്യാൻ യു ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കാനായിട്ട് പറ്റോ. ഇതിനെങ്ങനെ നമുക്ക് ഒന്നുകിൽ നമുക്ക് എന്ത് പറയാം, യെസ് ഐ ക്യാൻ ഹെൽപ്പ് യു, അതെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അല്ലെങ്കിൽ നോ ഐ കാൺട്ട് ഹെൽപ്പ് എന്ന് പറയട്ടോ. ഐ ക്യാൻ വെച്ചാൽ കഴിയും, അതിൻ്റെ നെഗറ്റീവ് എനിക്ക് കഴിയില്ല എന്നാണ് പറയുന്നതെങ്കിലോ ഐ കാൺട്ട് ആണ്. അപ്പോൾ ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമ്മളൊരു ഓക്സിലറി വേർബ് വെച്ചിട്ടാണ്, അതായത് മോഡൽ ഓക്സിലറി വേർബ് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ മറുപടി എന്തായിരിക്കും, അതും എന്താണ് ആ ഒരു എസ് ഓർ നോ ആയിരിക്കും കേട്ടോ. ഒന്നുകിൽ എസ് എന്നായിരിക്കും അല്ലെങ്കിൽ നോ എന്നായിരിക്കും അല്ലേ. അപ്പോൾ എസ് ഐ ക്യാൻ ഹെൽപ്പ് യു എന്ന് പറയാം, അല്ലെങ്കിൽ നോ ഐ കാൻ ഹെൽപ്പ് യു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ റിപ്ലൈ ആയിട്ട് പറയാണ് ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും എന്നും നമുക്ക് പറയാം കേട്ടോ. എസ് ഓർ നോ എന്ന് നമ്മൾ ഡയറക്റ്റ് പറയുന്നതിന് പകരം നമുക്ക് ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും എന്ന് പറയാറില്ലേ. തീർച്ചയായിട്ടും അല്ലേ, നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ, ഓഫ് കോഴ്സ് എന്ന് പറയാം. ഇനി നമുക്ക് വേണമെങ്കിൽ എന്തും കൂടെ ചോദിക്കാം, വാട്ട് യു നീഡ്, എന്താ നിങ്ങൾക്ക് വേണ്ടത്, വാട്ട് യു നീഡ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഓഫ് കോഴ്സ്, വാട്ട് യു നീഡ്, എന്താണ് നിങ്ങൾക്ക് ആവശ്യം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് വേണ്ടത്, ഇങ്ങനെ ചോദിക്കാം. ഓഫ് കോഴ്സ്, വാട്ട് യു നീഡ്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഡു യു നീഡ് എനി ഹെൽപ്പ് പാക്കിംഗ്? ഡു യു നീഡ് എനി ഹെൽപ്പ് പാക്കിംഗ്, എവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരെങ്കിലും എന്തെങ്കിലും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ലഗേജ് ഒക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഡു യു നീഡ് എനി ഹെൽപ്പ് പാക്കിംഗ്, പാക്കിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കാം നമുക്ക് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന് റിപ്ലൈ ആയിട്ട് പറയാം എന്ത്, ഒന്നെങ്കിൽ എസ് എന്ന് പറയാം അല്ലേ, യെസ് ഐ നീഡ് യുവർ ഹെൽപ്പ് പാക്കിംഗ് എന്ന് പറയാം, അല്ലെങ്കിലോ നോ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഞാൻ നോ എന്നാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ,
നോ എന്ന് കൊടുത്തു. എന്നാലും നമ്മളോട് ഇങ്ങനെയൊക്കെ ഒരാൾ ചോദിച്ചു കണ്ടറിഞ്ഞ് ചോദിച്ചതല്ലേ, അപ്പൊ നമ്മളൊരു താങ്ക്സും കൂടെ കൊടുക്കണ്ടേ? കാരണം അങ്ങനെ ചോദിച്ചതിന് നമ്മളൊരു നന്ദി പറയാം കേട്ടോ. അപ്പം നോ താങ്ക്സ് എന്ന് പറയാം അല്ലേ. നോ താങ്ക്സ്, ചോദിച്ചതിന് നന്ദി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളത് പറയുന്നത് കേട്ടോ. അപ്പൊ നോ താങ്ക്സ്, ഐ ക്യാൻ മാനേജ് ഇറ്റ് മൈ സെൽഫ്. എനിക്കിത് എന്താണ്, എനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഐ ക്യാൻ മാനേജ് മൈ സെൽഫ്, ഐ ക്യാൻ മാനേജ് മൈ സെൽഫ് എന്ന് പറയാം കേട്ടോ. നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എങ്ങനെ പറയാം? നോ താങ്ക്സ്, ഐ ക്യാൻ മാനേജ് മൈ സെൽഫ്. എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മളോട് കണ്ടറിഞ്ഞ ഒരാൾ ഞാൻ ഇന്ന കാര്യം ചെയ്യണമെന്നൊക്കെ ചോദിക്കും, നമുക്ക് അയാളുടെ സഹായം ആവശ്യമില്ലെങ്കിൽ എന്താണ് നമ്മൾ നോ എന്ന് പറയില്ലേ. അപ്പം അയാൾ ഇങ്ങനെ ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നോ താങ്ക്സ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇനി അടുത്ത സെക്ഷൻ നോക്കിക്കേ. 6th ക്വസ്റ്റ്യൻ, could you tell me where the milk is? could you tell me where the milk is? ഇതിന്റെ അർത്ഥം എന്താണ്? പാൽ എവിടെ ഇരിക്കുന്നതെന്നൊന്ന് പറഞ്ഞുതരാമോ? പാൽ എവിടെ ഉണ്ടാവാന്നൊന്ന് പറഞ്ഞു തരാമോ? എങ്ങനെ ഇതിന് ആൻസർ ചെയ്യാം? പാല് എവിടെയാണ്? ഒന്നുകിൽ ഫ്രിഡ്ജിൽ ഉണ്ടാവും അല്ലെ. എങ്ങനെ നമുക്ക് പറയാം? മിൽക്ക് ഈസ് ഇൻ ദ ഫ്രിഡ്ജ് എന്ന് പറയാം അല്ലെ. മിൽക്ക് ഈസ് ഇൻ ദ ഫ്രിഡ്ജ്, ഇൻ ദ ഫ്രിഡ്ജ് എന്നാണ് പറയാം കേട്ടോ. അപ്പൊ എങ്ങനെ പറയാം? ഇറ്റ്സ് ഇൻ ദ ഫ്രിഡ്ജ് എന്ന് മാത്രം പറയാം കേട്ടോ. ഇറ്റ്സ് ഇൻ ദ ഫ്രിഡ്ജ്. Okay, it's in the fridge, അല്ലെങ്കിൽ the milk is in the fridge എന്ന് പറയാം കേട്ടോ. നെക്സ്റ്റ്, what are you looking for? what are you looking for? ലുക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ നോക്കുക കേട്ടോ. അപ്പൊ ഇവിടെ what are you looking for എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ എന്താ നോക്കുന്നത് എന്നാട്ടോ. നോക്കുന്നത് മീൻസ് എന്താണ് തിരയുന്നത്, എന്താണ് അന്വേഷിച്ച് നടക്കുന്നത് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുന്നത് എന്നാണ് അർത്ഥം കേട്ടോ. അതെന്താണ്? ഒരു പ്രസന്റ് കണ്ടിന്യൂസിലുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ നമ്മൾ ആൻസർ എന്ത് ചെയ്യണം? ആ കണ്ടിന്യൂസ് ഫോമിൽ തന്നെ പറയണല്ലേ. അപ്പൊ ഞാൻ നോക്കുന്നത് എങ്ങനെ പറയാം? ഐ ആം ലുക്കിംഗ് ഫോർ, ഐ ആം ലുക്കിംഗ് ഫോർ. ഇനി എന്താണോ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് എടുത്തിട്ട് പറയാട്ടോ. ഐ ആം ലുക്കിംഗ് ഫോർ മൈ ഷൂസ് എന്നാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ഐ എം ലുക്കിംഗ് ഫോർ മൈ ഷൂസ്, ഞാൻ എൻ്റെ ഷൂസിനാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ നോക്കി നടക്കുന്നത് എന്നാണ് മീനിങ് കേട്ടോ. നെക്സ്റ്റ്, വേർ ഡു യു സ്റ്റഡി. എന്താണ് വേർ എന്ന് വെച്ചാൽ എന്താണ്? എവിടെ. ഓക്കെ, അപ്പോൾ വേർ ഡു യു സ്റ്റഡി, നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് എന്നുള്ളത് ആ സ്ഥലം എടുത്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. എവിടെ? അറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് ഞാൻ പറയുന്നത്. അറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, സ്റ്റുഡൻറ് അറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. നെക്സ്റ്റ്, വാട്ട് ടൈം ഡു യു ഗോ ടു സ്കൂൾ. വാട്ട് ടൈം ഡു യു ഗോ, വാട്ട് ടൈം എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾ പോകുന്ന സമയമാണ് ചോദിക്കുന്നത് കേട്ടോ. നീ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്? വാട്ട് ടൈം എന്നാണ് ക്വസ്റ്റ്യൻ വേണ്ടത്. അപ്പൊ ഇതിന് നമുക്ക് റിപ്ലൈ കൊടുക്കാം. നമ്മൾ എപ്പോഴാണോ സ്കൂളിൽ പോകുന്നത് ആ സമയമാണ് ചോദിച്ചത് കേട്ടോ. വാട്ട് ടൈം ഡു യു ഗോ ടു സ്കൂൾ. അപ്പൊ ഡു യു എന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്? നമ്മൾ ആ ചെയ്യുന്ന ശീലങ്ങൾ, നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന ശീലങ്ങളെയാണ് ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഡു യു വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അതും എന്താണ്? പ്രസന്റിൽ, അതായത് ഇപ്പം പ്രസന്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഇതിന് ആൻസർ എങ്ങനെ നമ്മൾ കൊടുക്കുക? ഓക്കെ, ഐ ഗോ ടു സ്കൂൾ, ഐ ഗോ ടു സ്കൂൾ. പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ഫോമിലാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലങ്ങൾ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ഫോമിലാട്ടോ. അത് സബ്ജക്റ്റ്, പിന്നെ ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് കേട്ടോ. ഐ ഗോ ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോകുന്നത് എപ്പോഴാണ്? അറ്റ് 8 AM എന്ന് പറയാം അല്ലെ. അറ്റ് 8 AM, 8 AM പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെയും പറയാം? ഐ ഹെഡ് ടു സ്കൂൾ എന്ന് പറയാം കേട്ടോ. ഐ ഹെഡ് ടു സ്കൂൾ അറ്റ് 8 AM എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന സമയത്താണ് സ്കൂളിൽ പോകുന്നത്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കാം, ഹൗ ഡു യു ഗെറ്റ് ടു സ്കൂൾ. എങ്ങനെയാണ്? ഹൗ എന്ന് വെച്ചാൽ എന്താണ്? എങ്ങനെ എന്നാണ് മീനിട്ട്. അപ്പൊ ഹൗ ഡു യു ഗെറ്റ് ടു സ്കൂൾ, നീ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? സാധാരണ നീ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? അപ്പൊ ഇതിന് റിപ്ലൈ ആയിട്ട് നമുക്ക് പറയാം, ഐ യൂഷ്വലി ടേക്ക് ദ സ്കൂൾ ബസ്. ഐ യൂഷ്വലി ടേക്ക് ദ സ്കൂൾ ബസ്. ഞാൻ സാധാരണ സ്കൂൾ ബസ്സിനാണ് പോകുന്നത്, സ്കൂൾ ബസ്സിനെയാണ് ആശ്രയിക്കുന്നത് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ ഹൗ ഡു യു ഗെറ്റ് ടു സ്കൂൾ, നീ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? ഐ യൂഷ്വലി ടേക്ക് ദ സ്കൂൾ ബസ്. ഇവിടെ ഗെറ്റിന് പകരം നമുക്ക് ഗോ എന്നും ആഡ് ചെയ്യാം കേട്ടോ. ഗെറ്റിന് പകരം ഹൗ ഡു യു ഗോ ടു സ്കൂൾ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ ഐ യൂഷ്വലി ടേക്ക് ദ സ്കൂൾ ബസ് എന്ന് നമുക്ക് റിപ്ലൈ ആയിട്ട് പറയാം. നിങ്ങൾ സ്കൂൾ ബസ്സിനല്ല ഓട്ടോക്കാണ് പോകുന്നതെങ്കിൽ അവിടെ സ്കൂൾ ബസ്സിന് പകരം നമുക്ക് ഓട്ടോ എന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ലൈൻ ബസ് ആണെങ്കിൽ ലൈൻ ബസ് എന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ്, ക്യാൻ യു സിങ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ യു സിങ്. എന്താണ്? നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിയുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ക്യാൻ കഴിയോ. അപ്പൊ ക്യാൻ യു സിങ്, എനിക്ക് പാട്ട് പാടാൻ കഴിയോ. അപ്പൊ ഞാൻ പറയാണ്
ഇല്ല എനിക്ക് പാട്ട് പാടാൻ കഴിയില്ല എന്ന് പറയാം. നോ എന്ന് പറയാം. നോ എന്ന് മാത്രം പറയാം കേട്ടോ. നോ എന്ന് പറയാം. ഇനി അങ്ങനെയല്ലെങ്കിലോ, നോ ഐ കാൺട്ട്, ഇല്ല എനിക്ക് കഴിയില്ല. നോ ഐ കാൺട്ട്. ഇനി എന്താണ്, നോ ഐ കാൺട്ട് എനിക്ക് കഴിയില്ല. ഐ ക്യാൻ ഡാൻസ് വെൽ, എനിക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ പറ്റും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഐ ക്യാൻ ഡാൻസ് വെൽ. അപ്പോൾ ക്യാൻ യു സിംഗ്, എനിക്ക് പാട്ട് പാടാൻ കഴിയോ? നോ ഐ കാൺട്ട് എന്ന് നമുക്ക് പറയാം. ഇത് നമ്മൾ നമ്മുടെ ആ ഒരു കഴിവ് എടുത്ത് പറയണ എന്താണ്, ഐ ക്യാൻ ഡാൻസ് വെൽ എന്ന് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് പറയാം കേട്ടോ. നെക്സ്റ്റ്, വേർ വേർ യു ബോൺ, എന്താണ് അർത്ഥം? വേർ എന്ന് വെച്ചാൽ എന്താണ്, എവിടെ എന്നാണ്. അപ്പോൾ വേർ വേർ യു ബോൺ, നീ എവിടെയാ ജനിച്ചത് എന്നാണ് കേട്ടോ. അതായത് ഐ വാസ് ഇൻ അമേരിക്ക, ഐ വാസ് ഇൻ അമേരിക്ക എന്ന് വേണമെങ്കിൽ നമുക്ക് റിപ്ലൈ ആയിട്ട് പറയാം കേട്ടോ. ഐ വാസ് ഇൻ അമേരിക്ക, ഞാൻ അമേരിക്കയിലായിരുന്നു. ഓക്കെ. നെക്സ്റ്റ്, വെൻ വിൽ യു ഗോ, എന്താണ് വിൽ എന്നാണ് അല്ലേ. വില്ല് നമ്മൾ എന്താണ് ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. അപ്പോൾ വെൻ വിൽ യു ഗോ, നീ എപ്പോഴാ പോവുക എന്നാണ് കേട്ടോ. വെൻ വിൽ യു ഗോ, ഗോ എന്ന് വെച്ചാൽ പോവുക. അപ്പോൾ നീ എപ്പോഴാ പോവുക, അപ്പോൾ നമ്മൾ എപ്പോഴാ പോവുക, അതാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് എന്താണ് മറുപടി പറയുന്നതും ഒരു ഫ്യൂച്ചർ ആക്ഷൻ ആയിരിക്കും അല്ലേ. അപ്പം ഐ വിൽ, ഞാൻ ചെയ്യും എന്നാണ്. ഐ വിൽ ഗോ, പോകും, ഞാൻ പോകും. എങ്ങനെ, എപ്പോഴാ പോവുക, ബൈ സൺഡേ, ഞായറാഴ്ച പോകുന്നതാണ് കേട്ടോ. ഐ വിൽ ഗോ ബൈ സൺഡേ എന്ന് പറയട്ടെ. ഐ വിൽ ഗോ ബൈ സൺഡേ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ നമ്മളത് ഫ്യൂച്ചറിലാണ്. അപ്പൊ ഫ്യൂച്ചറിലെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ കൊടുക്കുന്നത്, റിപ്ലൈ കൊടുക്കുന്നത് ഫ്യൂച്ചറിലായിരിക്കും കേട്ടോ. ഫ്യൂച്ചറിലായിരിക്കണം, മീൻസ് ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയാണ് നമ്മൾ പറയുന്നത്. സോ ഐ വിൽ ഗോ ബൈ സൺഡേ. ഞാൻ അടുത്തത്, ക്യാൻ യു ഹിയർ മീ, ക്യാൻ എന്താണ് കഴിയുമെന്നാണ് അല്ലേ. ക്യാൻ യു ഹിയർ മീ എന്താണ്, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ കേട്ടോ. ക്യാൻ യു ഹിയർ മീ, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ, എന്നെ ഹിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഇവിടെ അർത്ഥം കേട്ടോ. അപ്പൊ നമുക്ക് പറയാം, നോ ഐ കാൺ, ഇല്ല എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നെങ്ങനെ പറയാം, നോ ഐ കാൺ ഹിയർ യു എന്ന് പറയാം കേട്ടോ. നോ ഐ കാൺട്ട് എന്ന് മാത്രം പറയാം. നോ ഐ കാൺട്ട്. ഓക്കെ. ഇനി ഉണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ എങ്ങനെ പറയാം, യെസ് ഐ ക്യാൻ. ഓക്കെ. അപ്പോൾ ഇവിടെ കാൺട്ട് വേണ്ട കേട്ടോ. യെസ് ഐ ക്യാൻ. അപ്പൊ ഇനി അടുത്ത് നോക്കിയേ, വാട്ട് ഡിഡ് യു ബൈ, വാട്ട് ഡിഡ് യു ബൈ, വാട്ട് എന്താണ് എന്ത് എന്നല്ലേ. വാട്ട് ഡിഡ് യു ബൈ, ബൈ വാങ്ങുക എന്നാണ്. അപ്പോൾ വാട്ട് ഡിഡ് യു, നീ എന്താണ് വാങ്ങിച്ചത് എന്നാണ് കേട്ടോ. ഡിഡ് വന്നതുകൊണ്ട് പാസ്റ്റിലെ കഴിഞ്ഞു പോയ കാര്യമാണ് ചോദിക്കുന്നത്. സോ വാട്ട് ഡിഡ് യു ബൈ എന്ന് വെച്ചാൽ നീ എന്താണ് വാങ്ങിച്ചത് എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണോ വാങ്ങിച്ചത് ആ സാധനമാണ് നമ്മൾ പറയുന്നത് എന്താണ്, പാസ്റ്റ് ഫോമിലായിരിക്കണം. കാരണം ക്വസ്റ്റ്യൻ പാസ്റ്റ് ഫോമിലായിട്ടോ. ഇവിടെ ബൈ എന്നാണ്. സോ നമ്മൾ വാങ്ങിച്ചു എന്നെങ്ങനെ പറയാം, ഐ ബോട്ട്, ഞാൻ വാങ്ങിച്ചു. ബൈ വാങ്ങുക, ബോട്ട് വാങ്ങിച്ചു. ഐ ബോട്ട് ഷർട്ട്, ഞാനൊരു ഷർട്ടാണ് വാങ്ങിച്ചത്. ഐ ബോട്ട് എ ഷർട്ട് എന്ന് പറയാം കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ വാങ്ങിച്ചത്, ആ ഒബ്ജക്റ്റ് എടുത്തിട്ട് പറയാം. ബൈ വാങ്ങുക, അതിന്റെ പാസ്റ്റ് വാങ്ങിച്ചു എന്നാണെങ്കിൽ ബോട്ട് എന്നാണ് കേട്ടോ. അടുത്തത്, വേർ ഡിഡ് യു ബൈ ഇറ്റ്, വേർ എവിടെ എന്നാണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, വേർ ഡിഡ് യു ബൈ ഇറ്റ് എന്ന് കൂടെ വേണമെങ്കിൽ ഒരു ഫ്രം എന്നും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. വേർ ഡിഡ് യു ബൈ ഇറ്റ് ഫ്രം എന്നും കൂടെ ചോദിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നാണ് ഞാൻ പറയുന്നത്. ഐ ബോട്ട്, ഞാൻ വാങ്ങിച്ചു. ഇത് ഇറ്റ് എവിടുന്ന്, ഫ്രം, ഐ ബോട്ട് ഇറ്റ് ഫ്രം ചെന്നൈ, ഞാനിത് ചെന്നൈയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഐ ബോട്ട് ഇറ്റ് ഫ്രം ചെന്നൈ എന്ന് പറയട്ടെ. ഫ്രം നിന്ന് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഐ ബോട്ട് ഇറ്റ് ഫ്രം ചെന്നൈ. ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ നമുക്കൊരു ഫ്രം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, വെൻ ഡിഡ് യു ബൈ ഇറ്റ്, വെൻ എപ്പോൾ എന്നാണ് കേട്ടോ. അപ്പൊ എപ്പോഴാണ് നീ ഇത് വാങ്ങിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴാണ് നീ വാങ്ങിച്ചത്, അപ്പൊ എന്താണ്, ഞാൻ വാങ്ങിച്ചു. ഐ ബോട്ട് ഇറ്റ് ഇന്നലെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് യെസ്റ്റർഡേ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ എന്നൊക്കെ പറയാം കേട്ടോ. ഐ ബോട്ട് ഇറ്റ് യെസ്റ്റർഡേ. നെക്സ്റ്റ്, വേർ ഡിഡ് യു ഗോ, നീ എവിടെ പോയത്, എവിടെ എന്നാണ്. വേർ ഡിഡ് യു ഗോ, ഡിഡ് ഗോ എന്ന് വെച്ചാൽ പാസ്റ്റ് ആണ് കേട്ടോ. ഡിഡ് പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം എന്താണ്, പാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ വേർ ഡിഡ് യു ഗോ, നീ എവിടെയാണ് പോയത്. എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം, ഞാൻ പോയി എന്നല്ലേ പറയേണ്ടത്. അപ്പൊ ഗോ പോകുക എന്നാണെങ്കിൽ പോയി എങ്ങനെ പറയാം, ഐ വെന്റ് എന്നാണ് കേട്ടോ. ഐ വെന്റ്, ഞാൻ പോയി. എവിടെയാ പോയത്, ഐ വെന്റ് ടു എ മൂവി, ഞാനൊരു മൂവിക്കാണ് പോയത് എന്ന് പറയാം കേട്ടോ. ഐ വെന്റ് ടു എ മൂവി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു മാരീഡ്, ആർ യു മാരീഡ് എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ വിവാഹിതയാണോ എന്നാണ് ചോദ്യം കേട്ടോ. അപ്പൊ ഞാൻ പറയാണ്, അല്ല ഞാൻ വിവാഹിതയല്ല എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം, നോ ഐ എം സിംഗിൾ എന്ന് പറയാം അല്ലേ. നോ ഐ എം സിംഗിൾ, ഞാൻ സിംഗിൾ ആണ് എന്നാണ് കേട്ടോ. ഞാൻ വിവാഹിതയല്ല. നോ ഐ എം
സിംഗിൾ എന്ന് പറയാം കേട്ടോ. ഇനി ഇങ്ങനെയല്ല, അതെ ഞാൻ വിവാഹിതയാണ്. യെസ് ഐ ആം മാരീഡ്. യെസ് ഐ ആം മാരീഡ് എന്ന് പറയാം കേട്ടോ. ഇറ്റ്സ് ഹൂസ് കാർ ഈസ് ദിസ്. ഇത് ആരുടെ കാറാ? ഇതിനെ നമുക്ക് ആൻസർ ചെയ്യാം. ഹൂസ് കാർ ഈസ് ദിസ്. ഒന്നുകിൽ നമുക്ക് പറയാം ഇത് എൻ്റെ കാറല്ല, അല്ലെങ്കിൽ ഇത് അവൻ്റെ കാറാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇത് എൻ്റെ കാറാണെന്ന് പറയാം അല്ലേ. അപ്പൊ എങ്ങനെ പറയാം? ഇത് എൻ്റെ കാറാണ്, ഇറ്റ്സ് മൈൻ എന്ന് പറയാം. അല്ലെങ്കിൽ ദിസ് ഈസ് മൈൻ എന്ന് പറയാം. ദിസ് ഈസ് മൈൻ. ഓക്കെ, എൻ്റെ കാറാണ്. ഇനി വേർ ആർ യു ഫ്രം, നിങ്ങൾ എവിടുന്ന എന്നാണ് ചോദിക്കുന്നത്. വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? നിങ്ങൾ എവിടുന്നാണ്, നിങ്ങൾ ഏത് രാജ്യക്കാരനാണ്, നിങ്ങൾ ഏത് സ്ഥലക്കാരനാണ് എന്നാണ് അർത്ഥം കേട്ടോ. അതിന് നമുക്ക് എങ്ങനെ പറയാം? ഐ ആം ഫ്രം അമേരിക്ക എന്ന് പറയാം കേട്ടോ. ഐ ആം ഫ്രം അമേരിക്ക. ഫ്രം അമേരിക്ക. അതായത് ഇപ്പൊ നമ്മളൊരു പുതിയ രാജ്യക്കാരനാണെങ്കിൽ നമ്മൾ ഏത് കൺട്രിയിലുള്ളതാണോ ആ കൺട്രി പറയാം. നമ്മൾ എന്താണ് ഇപ്പം ഇപ്പം നമ്മളൊരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഞാൻ ഇന്ന സ്റ്റേറ്റിൽ നിന്നാണെന്ന് പറയാം. ഐ ഫ്രം കേരള എന്ന് പറയാം. ഇനി നമ്മൾ ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ലയിലേക്കാണ് പോയിട്ട് അവിടെ നിന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഞാൻ ഇന്ന ഡിസ്ട്രിക്റ്റിലുള്ള ആളാണെന്ന് പറയാം അല്ലെ. ഐ ഫ്രം കാലിക്കറ്റ്, ഐ ഫ്രം മലപ്പുറം എന്നിങ്ങനെ നമുക്ക് പറയാവുന്ന കേട്ടോ. അപ്പം വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് സ്ഥലക്കാരനാണ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു 20 ക്വസ്റ്റ്യനും അതിന് വരുന്ന മറുപടികളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ പലതരത്തിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, എന്നിട്ട് അതിന് ആൻസർ റിപ്ലൈസ് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തി ക്വസ്റ്റ്യനിന് നമുക്ക് പല രീതിയിൽ റിപ്ലൈ കൊടുക്കാവുന്നതല്ലേ. അപ്പോൾ നിങ്ങളിത് സ്വന്തമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനാവും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.